ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് +1 ഇംഗ്ലീഷ് ചാപ്റ്ററിൽ ഇഫ് എന്ന പോയം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ എക്സാമിന് അധികമായിട്ടും വരുന്ന അപ്രിസിയേഷന് എക്സാമ്പിളുമായിട്ടാണ്. അപ്രിസിയേഷൻ എങ്ങനെ എഴുതുക അതിനുള്ള ഒരു ചെറിയൊരു എക്സാമ്പിളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇഫ് എന്ന പോയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദി പോയം? ഈ പോയത്തിൻ്റെ സെൻട്രൽ തീം എന്താണ്? The central theme of the poem, more qualities needed to become a perfect man. ഒരു തികഞ്ഞ മനുഷ്യനാകാൻ കൂടുതൽ ഗുണങ്ങൾ ആവശ്യമാണ് എന്നതാണ് ഈ പോയത്തിൻ്റെ സെൻട്രൽ തീം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. The first question, the first stanza of Eve speaks about the need for self-confidence. Do you agree? Why? ഇഫ് എന്ന പോയത്തിലെ ഫസ്റ്റ് വരികളിൽ പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ്. ആത്മവിശ്വാസത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? വൈ? എന്തുകൊണ്ട്? ഉത്തരം നമുക്ക് എഴുതാം. അതെ, ആത്മവിശ്വാസം ഒരു വ്യക്തിക്ക് പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള ധൈര്യവും ശക്തിയും നൽകുന്നു. Yes, self-confidence gives a person the courage and strength to overcome obstacles and its temptation. Next, what does the poet say about patience? ക്ഷമയെക്കുറിച്ച് കവി എന്താണ് പറയുന്നത്? നാം കഴിയുന്നിടത്തോളം ക്ഷമയോടെ ഇരിക്കണമെന്നാണ് കവി പറയുന്നത്. The poet say that we should be patient as far as possible. നാം കഴിയുന്നിടത്തോളം ക്ഷമയോടെ ഇരിക്കണമെന്നാണ് കവി പറയുന്നത്. Next, explain the poet's view on honesty and fortitude of character. സത്യസന്ധതയും സ്വഭാവത്തിൻ്റെ മനോഭാവത്തെയും കുറിച്ച് കവിയുടെ വീക്ഷണങ്ങൾ വിശദീകരിക്കുക. എന്തൊക്കെയാണ്? The poet said that even when all men doubt us, we should keep our confidence and be prepared to accept that others may have certain weakness. എല്ലാ മനുഷ്യരും നമ്മെ സംശയിക്കുമ്പോഴും നാം ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കുകയും മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യണമെന്നാണ് കവി പറയുന്നത്. ലൈൻസ് 5-7 speaks about the need for righteous behavior in the face of unrighteousness. How far do you agree? 5-7 വരികൾ അനീതിയുടെ മുമ്പിൽ നീതിപൂർവകമായ പെരുമാറ്റത്തിൻ്റെ ആവശ്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു? ആൻസർ, I agree with the poet because it will definitely help you to create a sense of righteousness, and it will also help to remove the darkness of hatred and enmity. കവിയുമായി ഞാൻ യോജിക്കുന്നു, കാരണം ഇത് തീർച്ചയായും നീതിബോധം സൃഷ്ടിക്കാൻ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല വിദ്വേഷത്തിൻ്റെയും ശത്രുതയും അന്ധകാരം നീക്കം ചെയ്യാനും ഇത് സഹായിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പോയറ്റ്സ് അപ്രോച്ച് ടു ഡ്രീംസ് ആൻഡ് ലോങ്നെസ്? സ്വപ്നങ്ങളോടും അതുപോലെ അധികാംക്ഷയോടും കവിയുടെ സമീപനം എന്താണ്? ലോങ്നെസ് പറഞ്ഞാൽ അധികാംക്ഷ അല്ലെങ്കിൽ വഞ്ചകളോട് എന്നൊക്കെ പറയും. അതിൻ്റെ സമീപനം എന്താണ്? ആൻസർ, the poet says that we should have a clear idea of our aim and we should act to achieve it without wasting time in ideal thinking. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമെന്നും നിഷ്ക്രിയ ചിന്തയിൽ സമയം പാഴാക്കാതെ അത് നേടാൻ ഞാൻ പ്രവർത്തിക്കണമെന്നുമാണ് കവി പറയുന്നത്.
The poet believes that success comes from self-control and a true sense of the value of things. Express your views on this. The poet believes, poet വിശ്വസിക്കുന്നു എന്താണ്, വിജയം ആത്മനിയന്ത്രണത്തിൽ നിന്നാണെന്നും കാര്യങ്ങളുടെ മൂല്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുക. The answer is self-control is sense of the value of things and perseverance bring everlasting success and satisfaction. Success gained by insincerity and lack of thought is momentary. ആത്മനിയന്ത്രണം വസ്തുക്കളുടെ മൂല്യത്തെക്കുറിച്ചും സ്ഥിരോത്സരത്തെക്കുറിച്ചും നിത്യമായ വിജയവും സ്ഥിരവിവര കണക്കുകളും നൽകുന്നു. ആത്മാർത്ഥ ഇല്ലായ്മയും ചിന്തയുടെ അഭാവം കൊണ്ട് നേടിയ വിജയം താൽക്കാലികമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. വാട്ട് ഇംപ്രഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ദ പോയറ്റ് വെൻ യു റീഡ് ദിസ്? നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് ഒരിക്കലും ഒരു വാക്കും ശ്വസിക്കരുത്. ഇത് വായിക്കുമ്പോൾ കവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മതിപ്പാണ് തോന്നുന്നത്? The answer is the poet belief in willpower is expressed here. Loss and gain are part of life and we have to work hard in order to overcome obstacles. ഇച്ഛാശക്തിയിൽ കവി വിശ്വസിക്കുന്നു. ഇവിടെ നഷ്ടവും നേട്ടവും ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും തടസ്സങ്ങൾ മറികടക്കാൻ നാം കഠിനാധ്വാനം ചെയ്യണമെന്നാണ് കവി വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേ ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോയം? പോയത്തിലെ ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്? ആൻസർ. In the last stanza of the poem, the poet says that we should keep our virtue in all walks of life. We should not be tempted to get some advantage. Time is a hard master. Time is a hard taskmaster, and even the worst of a single minute will affect our progress. We should work hard and be worthy of belonging to the rise of man. കവിതയുടെ അവസാന സ്റ്റാൻസയിൽ കവി പറയുന്നത് നമ്മുടെ സദ്ഗുണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിലനിർത്തണം. ചില നേട്ടങ്ങൾ നേടാൻ ഞാൻ പ്രലോഭിക്കപ്പെടരുത് എന്നത് ഒരു കഠിന ടാസ്ക് മാസ്റ്ററാണ്. മാത്രമല്ല, ഒരു മിനിറ്റിലെ മോശം പോലും നമ്മുടെ പുരോഗതിയെ ബാധിക്കും. കഠിനാധ്വാനം ചെയ്യുകയും മനുഷ്യൻ്റെ വംശത്തിൽ പെടാൻ യോഗ്യരാവുകയും വേണം എന്നാണ് കവി ലാസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിലൊക്കെ അധികം കണ്ടുവരുന്ന 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നൊരു ക്വസ്റ്റ്യനാണ് അപ്രിസിയേഷൻ തയ്യാറാക്കുക എന്ന്. ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ തയ്യാറാക്കാൻ പറയാറുണ്ട്. അപ്പോൾ അപ്രിസിയേഷൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ പോയറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രീഫ് സമ്മറി കൊടുക്കണം. അതുപോലെ നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസസ്, എഫക്റ്റുകൾ, അതുപോലെ ആലിട്രേഷൻ, ഇമേജസ്, സിമ്പിൾസ് ഒക്കെ അടങ്ങിയിരിക്കണം. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺക്ലൂഷന്, മെസ്സേജിൻ്റെ ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൊടുക്കും. ഇതാണ് നമ്മുടെ അപ്രിസിയേഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു അപ്രിസിയേഷൻ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എക്സാമിനൊക്കെ അധികം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകാൻ പാടില്ല. ഏത് പോയത്തിൽ നിന്നാണെങ്കിലും എല്ലാ പോയത്തു നിന്നും ക്വസ്റ്റ്യൻ വരാനുള്ളത് അപ്രിസിയേഷൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അപ്രിസിയേഷൻ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യണത് നോക്കാം. ആദ്യം നമ്മൾ റുഡ്വാർഡ് കിപ്ലിംഗ് വാസ് എ പോയറ്റ്, novelist and short story writer. His stories dealing with India, the sailors, the sea and host of other subjects. He is chiefly remembered for his tales and poem of British soldiers in India and his tales for children. He was awarded the Nobel Prize for Literature in 1907. ആദ്യം നമ്മൾ പോയറ്റിനെ കുറിച്ച് എന്ത് ചെയ്തു? ഡിസ്ക്രൈബ് ചെയ്തു. If
is a poem about the moral qualities needed to become a perfect man. It is a didactic in time and content giving sound the moral advice to young people. ഒരു തികഞ്ഞ മനുഷ്യനാകാൻ ആവശ്യമായ ധാർമ്മിക ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു കവിതയാണെങ്കിൽ ഇത് സമയത്തിലും ഉള്ളടക്കത്തിലും പ്രാവർത്തികമാണ്. ചെറുപ്പക്കാർക്ക് ധാർമ്മിക ഉപദേശവും നൽകുന്നു. The poet says that we should not get excited even if we lose everything and others blaming you for it. We should remain calm when other people doubt you and be prepared to weakness. എല്ലാം നഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ആവേശഭരിതയാകരുത്. കവി പറയുന്നു, മറ്റുള്ളവർ നിങ്ങളെ സംശയിക്കുമ്പോഴും ബലഹീനതയ്ക്ക് തയ്യാറാവുകയും ചെയ്യുമ്പോഴും നിങ്ങളും നിശബ്ദരായിരിക്കാനാണ് പറയുന്നത്. We should patiently warn when other people hate us and we should not hate them and do not appear to be better and wiser than everybody else. മറ്റുള്ളവർ നമ്മെ വെറുക്കുമ്പോഴും നാം ക്ഷമയോടെ പെരുമാറുക. അവരെ വെറുക്കരുത്. എല്ലാവരേക്കാൾ മികച്ചവനും ബുദ്ധിമാനുമായി കാണും ചെയ്യരുത്. Always try to realize your dreams without wasting time in ideal thinking. Consider triumph and disaster equally and never let them make you extremely happy or sad. നിഷ്ക്രിയമായ ചിന്തകളിൽ സമയം പാഴാക്കാതെ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക. ട്രംഫും ഡിസാസ്റ്ററും തുല്യമായിട്ട് പരിഗണിക്കുക. അവർ നിങ്ങളെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യരുത്. When dishonest people twist the facts you have spoken in order to make a trifle for the fools or watch the destruction of something very important, bear them without any complaints. We cannot have the courage to risk everything, and if we fail and lose, we must be ready to start again without grumbling. സത്യസന്ധതല്ലാത്ത ആളുകൾ വിഡ്ഢികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും നശിപ്പിക്കുന്നതിനോ വേണ്ടി നിങ്ങൾ സംസാരിച്ച വസ്തുക്കൾ വളച്ചൊടിക്കുമ്പോൾ പരാതികളൊന്നുമില്ലാതെ അവരെ സഹിക്കുക. എല്ലാം അപകടപ്പെടുത്താനുള്ള ധൈര്യം നമുക്കില്ല. പരാജയപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്താൽ പിറുമുറുക്കാതെ വീണ്ടും ആരംഭിക്കാൻ നാം തയ്യാറായിരിക്കണം. We should treat everybody alike and not be tempted to get some advantage. We should not waste our time. Time is a hard taskmaster, and even the worst of single minute will affect the progress of our personality. Always remember these pieces of advice and be worthy belonging to a race of man. ഞങ്ങൾ എല്ലാവരോടും ഒരുപോലെ പെരുമാറണം. മാത്രമല്ല, ചില നേട്ടങ്ങൾ ലഭിക്കാൻ അവരെ പ്രേരിപ്പിക്കരുത്. നാം നമ്മുടെ സമയം പാഴാക്കരുത്. സമയം ഒരു കഠിനമായ ടാസ്ക് മാസ്റ്ററാണ്. ഒരു മിനിറ്റ് പോലും പാഴാക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പുരോഗതിയെ അത് ബാധിക്കും. എല്ലായ്പ്പോഴും ഈ ഉപദേശങ്ങൾ ഓർമ്മിക്കുകയും മനുഷ്യൻ്റെ വംശത്തിൽപ്പെടാൻ യോഗ്യരാവുകയും ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഇഫ് എന്ന പോയമായിരുന്നു. അതിൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അപ്രിസിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് യൂണിറ്റ് 2 വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന ചാപ്റ്ററിലെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള ചാപ്റ്ററിൽ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.